ചേട്ടാ, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ പോലീസ് കൈകാര്യം ചെയ്തതും തുടർന്ന് ഇവർ പരിക്കേറ്റ് ആശുപത്രിയിൽ സാരമായ പരിക്കുകളേറ്റ് ചികിത്സ തേടിയ വാർത്തയുമൊക്കെ വളരെ ആഘോഷത്തോടെയാണ് മലയാള സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എതിരേറ്റത്. ഇപ്പോൾ ആ വിഷയത്തിൽ തൃശ്ശൂർ സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് ഈ ഒരു സംഭവത്തിന് അഭിനന്ദനമായിട്ട് ആ ഒരു പ്രദേശത്തെ റോഡിന് ഇളങ്കോ റോഡെന്ന് പേരിട്ടിരിക്കുകയാണ്. ഇളങ്കോ റോഡെന്ന് അത് വൈലോപ്പള്ളി നഗർ റോഡ്, വൈലോപ്പള്ളി നഗർ എന്നാണ് അറിയപ്പെടുന്നത്. നെല്ലങ്കര വൈലോപ്പള്ളി നഗർ റോഡെന്നറിയപ്പെടുന്ന റോഡ്. ആ റോഡിനെയാണ് അവർ ഇളങ്കോ റോഡെന്ന് ഇളങ്കോ റോഡ് നെല്ലങ്കര എന്നാക്കി ഒരു ബോർഡ് അവർ സ്ഥാപിച്ചു. 24 മണിക്കൂർ തികയേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. പോലീസ് എത്തി സ്നേഹത്തോടെ അവിടുത്തെ സ്ഥലവാസികളോട് സംസാരിക്കുകയും ഈ ഒരു സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അത് സേനയ്ക്ക് വിരുദ്ധമാണ്, സേനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഇത്തരത്തിൽ സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഒരു റോഡിന് നൽകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി, അത് പോലീസിൻ്റെ ജോലിയാണ്, പോലീസ് ചെയ്യേണ്ട ജോലിയാണ്. പോലീസിൻ്റെ ജോലി എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരൻ്റെ ഉത്തരവാദിത്തമാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതവർ ചെയ്തു. അത് ചെയ്തതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പേരൊന്നും വെക്കാൻ സേന സമ്മതിക്കില്ല. ഇത്തരത്തിലുള്ള സ്നേഹത്തോടെയുള്ള കാര്യങ്ങൾ സ്നേഹത്തോടെ അവർ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു വലിയൊരു ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസർ വന്നു നിന്ന് ഇപ്പോൾ ഒരു ഒത്ത ശരീരമുള്ള ഒരു ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിനകത്തൊരു BGM ഒക്കെ കയറ്റി ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സേന ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഉദ്യോഗസ്ഥന് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തേക്കാം. ചിലപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് കുറച്ച് ഫേമസ് ആവണം, 10 പേര് എന്നെ കാണണം എന്നൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ആഗ്രഹിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ സേനയിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരൊന്നും അങ്ങനെ ആഗ്രഹിക്കാറില്ല. തന്നെ ഇങ്ങനെ 10 പേര് അറിഞ്ഞിരിക്കണം. നമ്മുടെ സിറ്റിയുടെ ഷാഡോ, ഇപ്പോൾ കൊച്ചി സിറ്റിയുടെ ആണെങ്കിലും തിരുവനന്തപുരം സിറ്റിയുടെ ആണെങ്കിലും ഷാഡോ ടീമിനെ ഷൂട്ട് ചെയ്യാൻ ചെന്ന് നോക്കുക, അവർ സമ്മതിക്കില്ല. കാര്യം അവർക്ക് പബ്ലിസിറ്റി അവർക്ക് ഇഷ്ടമല്ലെന്നല്ല, അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരെ നമ്മളിപ്പോൾ ഒരു വാർത്ത എടുക്കാൻ വന്നാൽ പോലും അവരാദ്യമേ അവർ പ്രതിയെ രഹസ്യമായി മാറ്റി നിർത്തിയിട്ട് അവർ മാറി നിൽക്കും. അവർ നേരെ അവർ നേരെ റിപ്പോർട്ട് ചെയ്യുന്ന കമ്മീഷണർക്കായിരിക്കും, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കായിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ കൊണ്ടുവന്ന് ഈ പറയുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ എത്തിച്ച ശേഷം അവർ മാറിയ ശേഷം മാത്രമേ മീഡിയ ആ വിവരം അറിയത്തുള്ളൂ. മീഡിയ അതിനെ മുമ്പേ അറിയുകയാണെങ്കിൽ പോലും നമ്മളവിടെ ക്യാമറയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ തടയും, വീഡിയോ എടുക്കരുതെന്ന് പറയും, അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇതിപ്പോൾ അവരുടെ അവർ ആ പ്രദേശവാസികളെ ഞാൻ കുറ്റം പറയില്ല, അത്രയധികം സഹിച്ചിട്ടുണ്ടാവും അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലഹരി പാർട്ടി നടന്ന വീടെന്ന് പറയുന്നത് അതൊരു ജപ്തി ചെയ്ത വീടാണ്. അത് ഇവർ പറഞ്ഞത് ഇതൊരു ക്ലബ്ബാണ്, ഞങ്ങൾ വാടകയ്ക്കെടുത്ത ക്ലബ്ബാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു. നാട്ടുകാരും ഇതറിഞ്ഞില്ല, ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു വീട് എന്നുള്ള നിലയിൽ ഇത് അവരുടെ ക്ലബ്ബായി കൊടുത്തിരിക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു. പിന്നെ ഇവന്മാരത്തൊന്നും പോയി ചോദിക്കാൻ ഏതെങ്കിലും നാട്ടുകാർ തയ്യാറാവുമോ? ഏതെങ്കിലും ഒരു നാട്ടുകാർ തയ്യാറായി കഴിഞ്ഞാൽ അല്ല സിനിമയ്ക്കകത്ത് രാത്രിയിൽ മാമൂക്കായ കത്തിയുമായിട്ട് കിലേരി വെച്ചുവാന്നും പറഞ്ഞ് വരുന്നത് പോലെ ഇവന്മാർ കയറി വരും, വീട്ടിൻ്റെ വാതിലിൽ വന്ന് നിന്ന് ഭീഷണിപ്പെടുന്നു. കാര്യമൊന്നുമില്ല, ഇവന്മാർ ഒറ്റയ്ക്ക് വരുന്നവന്മാരൊന്നും അങ്ങനെ ഈ കൂട്ടമായി വന്നവന്മാർ പ്രശ്നം ഉണ്ടാക്കുമെന്നല്ലാതെ ഒറ്റയ്ക്ക് ഇവന്മാർക്ക് ഇറങ്ങി ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇവന്മാർ പലർക്കുമില്ല. പലർക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി എന്തെങ്കിലും അല്ലെങ്കിൽ കടുത്ത ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കണം. തലയിൽ തലച്ചോറിനായി നല്ല രീതിയിൽ ഉന്മാദം അത്രയും ബാധിച്ചിരിക്കണം. അല്ലാതെ വളരെ നോർമലായി നിൽക്കുന്ന ഈ പറയുന്ന വലിയ ഗുണ്ടായുസം കാണിക്കുന്ന ഒരുത്തനും അല്ലാണ്ട് വന്ന് ഈ പറയുന്ന പോലെ ഒരു സാധാരണക്കാരൻ്റെ മുന്നിൽ വന്ന് നിന്ന് നെഞ്ചും വിരിച്ച് നിൽക്കാനൊന്നും അങ്ങനെ നിൽക്കത്തില്ല. അത്യാവശ്യം ആരോഗ്യമുള്ളവൻ്റെ മുന്നിൽ വന്ന് നിന്ന് അഭ്യാസം കാണിക്കാൻ നിൽക്കത്തില്ല, അടിമേടിക്കും, നല്ല രീതിയിൽ അടിമേടിക്കും. ഇത് കൂട്ടത്തിൽ നിന്നിട്ട് ഇത് കാണിക്കുന്നതാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? കൂട്ടത്തിൽ നിന്ന് ഈ അംഗം കാണിക്കുക എന്നുള്ള ധൈര്യം കൂടും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പല ഈ പോലീസിനോട് വെല്ലുവിളിക്കുന്നത് ഈ കുറച്ച് കാലം മുമ്പാണ്. പോലീസിനെ വെല്ലുവിളിച്ച് പോലീസിൻ്റെ നീ യൂണിഫോം കഴിഞ്ഞ് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളി വിളിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇത് നമ്മൾ തലേന്ന് വാർത്തയാക്കി. പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ദിവസം നമുക്കൊരു വീഡിയോ ഇട്ട് തന്നു. ഇവൻ അവിടെ ഇരുന്ന് കരയുന്നു, തറയിലിരുന്ന് കരയുന്നു, ഓർമ്മയില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അത്രയും സാധുവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തലേ ദിവസം വലിയ അഭ്യാസമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ വെല്ലുവിളിച്ചു. അത് പോലീസ് ആ രീതിയിൽ. ഇപ്പോൾ ഇളങ്കോ പറഞ്ഞൊരു ഡയലോഗ് പ്രധാനമാണ്. ഇളങ്കോ പറഞ്ഞൊരു കാര്യം, ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ റീലാക്കി ആളുകളുടെ അടുത്ത്. പോലീസും റീലാക്കി, പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഉണ്ടല്ലോ, അതും എടുത്ത് റീലാക്കുകയും ഇത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ആഘോഷിക്കപ്പെട്ടപ്പോഴാണ് നാട്ടുകാരെന്താ പിന്നെ കുറച്ചുകൂടി പബ്ലിസിറ്റി ആയിക്കൂടെ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തത്. ഏതായാലും അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. വൈലോപ്പള്ളി നഗർ തന്നെയാണ്, അതാണ് ആ സ്ഥലത്തിന് ഏറ്റവും
യോജിച്ച ആ സ്ഥലത്ത് നിന്നല്ല, വൈലോപ്പിള്ളിയുടെ പേരൊന്നും എടുത്ത് മാറ്റാൻ പാടില്ല. അത് തെറ്റായ നടപടിയാണ്. വൈലോപ്പിള്ളിയുടെ പേരെടുത്ത് മാറ്റി മറ്റൊരു പേര് അവിടെ സ്ഥാപിക്കുക എന്നുള്ളത് അതിനോടൊന്നും സാംസ്കാരിക കേരളം അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് സ്നേഹമൊക്കെ സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ്, ഇളങ്കോ തന്നെയാണ് ഇടപെട്ടത്. ഇപ്പോൾ ഇളങ്കോ പറഞ്ഞൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹമെന്നാണ്. അതായത് നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് നൽകുകയാണെങ്കിൽ അതാണ് നിങ്ങൾ പോലീസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹം. കാര്യം പോലീസിന് പണി എളുപ്പമായി. ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഇവർക്ക് പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. കറക്റ്റായിട്ട് പോയി കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ ഇവരെ തപ്പിപ്പോയാൽ. അന്ന് തന്നെ സംഭവിച്ചൊരു കാര്യം, രാത്രി ആയതുകൊണ്ട് ഇവർ എത്ര പേരുണ്ടെന്ന് വന്ന പോലീസിന് മനസ്സിലായില്ല. സ്ഥലത്തേക്ക് എത്തിയ പോലീസിന് ഇവർ എത്ര പേരുണ്ടെന്ന് മനസ്സിലായില്ല. ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ നിന്നാണ് ഇവർ കമ്പിവടിയുമായിട്ട് വന്ന് അത്രയും പേരെയും ആക്രമിച്ചത്. പിന്നെ രണ്ടാമതൊരു വണ്ടി വന്നു, മൂന്നാമതൊരു വണ്ടി വന്നു. ആ 3 വണ്ടി തകർക്കപ്പെട്ടു. പിന്നീടാണ് സേനയുടെ കൂടുതൽ സേന ഇറങ്ങുകയും ഇവരെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. അതിലൊന്ന് മുഹമ്മദ് അൽത്താഫ് അൽഹദിലിൻ്റേതായിരുന്നു പിറന്നാൾ. ഈ അൽത്താഫും ബ്രഹ്മയത്തും തമ്മിലാണ് 2 ടീമായി അവിടെ വെച്ച് മാറുന്നത്. ബ്രഹ്മയത്തിൻ്റെ ഒരു ടീമും ഇപ്പുറത്ത് അൽത്താഫിൻ്റെ ഒരു ടീമുമായി മാറിക്കൊണ്ട് അടി തുടങ്ങിയത് ഈ വാടക വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. വാടക വീട് അവസാനം കതക് ചവിട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ആ മാതാവ് പോലീസിനെ വിളിച്ചതെന്നാണ് പോലീസിൻ്റെ വേർഷൻ. ഇപ്പോഴവർ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചത് എൻ്റെ മക്കളുടെ കുറിച്ച് പറയാനല്ല, എൻ്റെ മക്കളെ ആക്രമിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോലീസിനെ വിളിച്ചത്. കിട്ടിയപ്പോൾ എല്ലാത്തിനെയും കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ബ്രഹ്മജിത്തിൻ്റെ കൈ അടിച്ചോടിച്ചു, നെഞ്ചിൽ പരിക്കേറ്റിട്ടുണ്ട്, അയാൾ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഭാവിയിൽ ഒരു ഗുണ്ടയായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇല്ല, ഭാവിയിലെ ഗുണ്ട എങ്ങനെ ആവുക? ഇതിപ്പം അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ശരീരം കൊണ്ടുപോയി പോലീസ് ചതയ്ക്കുമല്ലോ, ചതച്ചേ വിടുകയുള്ളൂ. ചതച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ തോളല്, അതുപോലെ തന്നെ നടുവേദന, തോളല് വേദന ഒക്കെ ഉണ്ടായിരിക്കും. പോലീസിൻ്റെ നന്മ പറയുമ്പോഴും പോലീസ് ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്, അതൊരു വേറെ സ്റ്റോറിയായിട്ട് പറയണം. നമ്മളടുത്ത് ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടല്ലോ, കള്ളനാണെന്ന് പറഞ്ഞൊരു പാവ മനുഷ്യനെ കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിച്ച് അവസാനം ഒട്ടും വയ്യാതായി. യഥാർത്ഥ കള്ളനെ കിട്ടുകയും ചെയ്തു. ആ മനുഷ്യൻ കയറി ജോലി പോലും ചെയ്യാൻ പറ്റാതായപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഒരു കഥയുണ്ടല്ലോ. ആ മനുഷ്യൻ്റെ ഭാര്യ ഇപ്പോൾ നിസ്സാര ശമ്പളത്തിലൊരു സ്കൂളിൽ വണ്ടിയിൽ ജോലിക്ക് പോവുക. സ്കൂൾ വണ്ടിക്കകത്ത് കുട്ടികളെ കയറ്റി ഇറക്കുക ജോലിക്ക് പോകുക. അത് പ്രത്യേകമായിട്ടൊരു സ്റ്റോറിയായിട്ട് പറയേണ്ട കഥ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഉപദ്രവിച്ച് കളയും പോലീസിനെ തൊട്ട രീതിയിൽ പോലീസ് നല്ല രീതിയിൽ കൈ കൊടുത്തു. ഇപ്പോൾ എച്ച് വെങ്കിടേഷ് ADGP പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ ഓർഡർ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ പോലീസ് ഫയർ ചെയ്തേനെ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും, ഇപ്പോൾ ബ്രഹ്മജിത്തിനാണെങ്കിലും ഫയർ ചെയ്തേനെ. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടിന് താഴെ ഫയർ ചെയ്യാമെന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല. അവസാനം കാൽമുട്ട് മുറിക്കേണ്ട അവസ്ഥ വരും, കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. കാലില്ലാത്തൊരു ഗുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാലില്ലാത്ത ഗുണ്ടെന്ന് പറഞ്ഞേ ചെയ്തവരെ ഇവരെയൊക്കെ തേടി വരുമെന്നേ. ചെയ്തവരെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാലത്ത് ഗുണ്ടയായിട്ടൊക്കെ വിലസി നാട്ടുകാരെയൊക്കെ ആക്രമിച്ച് എല്ലാവരെയും ആക്രമിച്ച് വിരട്ടി ഭീഷണിപ്പെടുത്തി ജീവിച്ച ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരെങ്കിലും കൂടെ ഇല്ലാതെ ഇയാൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. പകൽ സമയത്തല്ലാതെ ഇവർ പുറത്തിറങ്ങില്ല. അതും പകൽ സമയത്ത് നടക്കാൻ പോലും പേടിയുള്ള ഗുണ്ടകളെ നമുക്കറിയാം. തിരുവനന്തപുരത്തുണ്ട്. പകൽ സമയത്ത് അയാളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കാൻ പോകണമെന്ന്. അതായത് ആരോഗ്യാവസ്ഥ മോശമാണ്, അതുകൊണ്ട് വ്യായാമം അത്യാവശ്യമാണ്. വ്യായാമം അത്യാവശ്യമായതുകൊണ്ട് നടക്കാൻ പോകണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ നടക്കാൻ പോകാൻ പറ്റില്ല. എങ്ങനെ നടക്കാൻ പോകും? നടക്കാൻ പോയാൽ അവൻ കാല് വെട്ടും, പിന്നെ നടക്കാനും പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ നടക്കും. വീടിൻ്റെ ചുറ്റുപാട് നടക്കുന്നൊരു ഗുണ്ടയുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പോലീസിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പോലീസിന് നല്ല വൃത്തിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പല ഗുണ്ടകളുടെയും ഈ ഭീഷണി കാരണം ഈ റിട്ടയർഡ് പോലീസുകാരിൽ കുറച്ച് പേർക്കൊക്കെ ഈ പോലീസിൻ്റെ സംരക്ഷണം കൊടുക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും പോലീസ് വിശദീകരണം പറയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. റിട്ടയറായ ഗുണ്ടകളുടെ അവസ്ഥ അത് അതിഭീകരമാണ്. മറ്റവർക്ക് പെൻഷനൊക്കെ ഉണ്ട്, ഇവർ പിന്നെ എങ്ങനെ ജീവിക്കും? ഇവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ വയസ്സിൻ്റെ 19 വയസ്സേ ഉള്ളൂ. 19 വയസ്സാണ് ഒരാൾക്കുള്ളത്. പിന്നെ മൂർക്കനിക്കര കുമ്മാട്ടിക്കടയുള്ള കൊലപാതകം നടത്തി അത് ബ്രഹ്മജിത്താണ് ഒരാളെ കുത്തിക്കൊന്നത്. മൂർക്കനിക്കര കുമ്മാട്ടിയിൽ ഒരാളെ കൊലപ്പെടുത്തി കളഞ്ഞു. ബ്രഹ്മജിത്ത് കൊലപ്പെടുത്തിയ കേസാണ്. അയാൾക്കെതിരെ ഇപ്പോഴും അതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ജയിലിൽ അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ശിക്ഷ കിട്ടും, ജയിലിൽ നിന്നുള്ള ഫുഡും കിട്ടും. ജയിലിൽ എന്തായാലും ആക്രമിക്കാൻ ആരും വന്നേക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. വലിയ ഗുണ്ടയായിട്ടുള്ള മരണനീഷിനെ ജയിലിൽ വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. നെഞ്ചിൽ കത്തിക്കൊണ്ട് വരഞ്ഞു കളഞ്ഞു. വളരെ എന്താ പറയുക, ഒന്നൊഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ
മരണപ്പെട്ട് പോകുമായിരുന്നു. അനീഷിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ വലിയ ഗുണ്ടകളുടെ വലിയ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് പതിയെ പതിയെ ഓരോ എപ്പിസോഡുകളായി പറഞ്ഞു. ഏതായാലും പോലീസിൻ്റെ പേര് വെച്ചതുകൊണ്ട് പോലീസ് അത് ഒഴിവാക്കി വിട്ടു. ഇപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഓർഡർ പ്രകാരം, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓർഡറല്ല, നിർദ്ദേശപ്രകാരം, നേരത്തെ ഉള്ളതാണ്, നിയമപ്രകാരം പോലീസിനെ ആക്രമിച്ചാൽ പോലീസിന് വെടിവെക്കാം, ഫയർ ചെയ്യാം. അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെ ആയുധം കൊണ്ട് ആക്രമിക്കുക എന്നാണ്. ഗുരുതരമായിട്ടുള്ള വകുപ്പാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അല്ല, അതിനേക്കാൾ വലിയ വകുപ്പാണ് സർക്കാർ ഉദ്യോഗസ്ഥനെ ആയുധം കൊണ്ട് ആക്രമിക്കുക എന്നുള്ളത്. പോലീസിനെ ആക്രമിക്കുക എന്നുള്ളത്, ആയുധം കൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വകുപ്പാണ്. ഉടനെയൊന്നും ജാമ്യം കിട്ടില്ല. ഇത് എന്താ പറയുക, നല്ല കടുത്ത ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പിന്നെ പോലീസ് തുനിഞ്ഞിറങ്ങുമെന്നേ, ഒരു ലൂപ്പോളും വെച്ചു കൊടുക്കത്തില്ല. ഈ 4 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാർ വാഹനങ്ങൾക്ക് സർക്കാർ അത് PDPP ആക്ട് വരും. PDPPയിൽ പൊതുമുതൽ നശിപ്പിച്ചു. പോലീസ് ജീപ്പ് എന്ന് പറഞ്ഞ പൊതുമുതലാണ്. അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് PDPPയുടെ കീഴിൽ വരും. അതൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ, അതിലൊക്കെ വലിയ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. ജാമ്യം കിട്ടാനും മെനക്കേടാണ്. അത് തീരത്തുമില്ല കേസ്. ഇവർക്ക് പിന്നെ എന്ത് തീരാനാണ്? ഇയാൾക്കെതിരെ ഇനിയും ബ്രഹ്മജിത്ത് ഒരു കേസല്ലല്ലോ, ഒരു കൊലപാതകമല്ലോ, 2 കൊലപാതകം, 8 കേസുകൾ, കാപ്പ ചുമത്തപ്പെട്ട ആളാണ്. സ്വാഭാവികമാണ് ഇവരൊക്കെ എന്താ പറയുക, ഇവർക്ക് ഒരു കൊലപാതകം നടത്തി ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരുടെ ഒരു കരുതൽ, ഒരു ചിന്ത എന്ന് പറയുന്നത് ഇനിയൊരു ജീവിതമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ തന്നെ പോകാമെന്ന്. പക്ഷെ ഒരു തിരിച്ചറിവ് വരുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത്, ഒരു ഏജ് ഒരു സമയം കഴിയുമ്പോൾ, ജയിലിൽ കിടന്ന് ഏജ് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നൊരു ചോദ്യമുണ്ട്. ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു എന്താ, ഇവരിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടാലും ഒന്നുമില്ല, കേട്ടില്ലല്ലോ ഒന്നുമില്ല. ഇവിടെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടത്തുന്ന ഒരു പമ്പുണ്ട്. ആ പമ്പിലെ ജീവനക്കാരെന്ന് പറയുന്നത് ജയിലിൽ വർഷങ്ങളായി കഴിഞ്ഞ് അതിനുശേഷം ശിക്ഷാ കാലഘട്ടം കഴിയാറായവരാണ്, അല്ലെങ്കിൽ നല്ല പുള്ളികളാണ്, അതായത് നന്നായവർ. അവരൊക്കെയാണ് ഇത്. അധിക നേരമൊന്നും അവരോട് സംസാരിക്കാൻ പറ്റില്ല, എങ്കിലും 1-2 വാക്കൊക്കെ അവരുടെ കേൾക്കാൻ പറ്റും. അവരുടെ ശിക്ഷാ കാലാവധി കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ എപ്പോഴാണ് കഴിയുന്നതെന്ന് ചോദിച്ചിട്ട് അവരുടെ കഥ കേട്ടാൽ മതി. അപ്പോൾ അവർ ജയിലിലെ കഥകൾ, അങ്ങനെ ഒരുപാട്, ഒരാളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ പരിസരത്തെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ്, ഇന്ത്യൻ ഓയിൽ ജയിലിൻ്റെയാണ് ആ പമ്പ്. ആ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങുമായിരുന്നു. സ്ഥിരമായി ഞാൻ ആ മനുഷ്യനെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ അകത്ത് തന്നെ ഒരു അമ്പലമുണ്ടല്ലോ, ഒരു ക്ഷേത്രമുണ്ട് അതിനകത്ത്, സെൻട്രൽ ജയിലിനകത്ത്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ആ ക്ഷേത്രമുണ്ട് അതിനകത്ത്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടെ വന്ന് നിൽക്കും. അദ്ദേഹം ജീവപര്യന്തം ശിക്ഷിച്ച ആളായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ജയിലിനകത്തെ ഓരോ മനുഷ്യരുടെയും, അതായത് വലിയ ഗുണ്ടകൾ ആയി ജീവിച്ചവർക്ക് ഇന്നത്തെ ഒരു മാനസാന്തരവും ഇനി എന്ത് ചെയ്യും എന്നുള്ള അവരുടെ ഒരു ചോദ്യചിഹ്നം. ആ മനുഷ്യനും അതേ ചോദ്യചിഹ്നമാണ് ഞാൻ കണ്ടത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവില്ല, കൃത്യമായൊരു ഉത്തരവില്ല, എന്ത് ചെയ്യും എന്നുള്ളത്. അവിടെ നിൽക്കുമ്പോൾ ആ പമ്പിലെ ജോലി, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് എവിടേക്ക് പോകും? എല്ലാ കുടുംബാംഗങ്ങളും എല്ലാം പോയി കഴിഞ്ഞു, എല്ലാം എന്താ പറയുക, എല്ലാം ചിന്നഭിന്നമായി പോയി. ഏതാണ്ട് വർഷങ്ങളായി അദ്ദേഹത്തെ കാണാൻ പോലും ആരും വരുന്നില്ല. പരോൾ ചോദിക്കാറില്ല, പരോൾ വേണ്ട. പരോൾ കിട്ടിയാൽ എവിടെ പോകും? പോകാൻ സ്ഥലമില്ല. ഇതാണൊരു പ്രശ്നം. ഇത്രയും ഗുണ്ടകൾക്ക് വേണ്ടി, അതായാലും പോലീസ് കാര്യമായി ഇടപെട്ടതുകൊണ്ടാണ് ആ നാട്ടുകാർ ആ സ്നേഹം പോലീസിനോട് പങ്കുവച്ചത്. ഇനിയും മാതിരി അഭ്യാസം ഇറക്കി കഴിഞ്ഞാൽ പോലീസ് ഫയർ ചെയ്യും, പോലീസ് എടുത്ത് വെച്ച് വെടിവെച്ച് കൊടുക്കും, പിന്നെ കാല് പോവും. കാലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണ്ടയ്ക്ക് ആ ഉണ്ടയൊക്കെ കാലേ കയറി ഇറങ്ങാൻ പറ്റില്ല. കാലേ കയറി ഉണ്ടയുടെ വില പോലും ഉണ്ടാവില്ല. ആ ബുള്ളറ്റിൻ്റെ വില പോലും, കാലേ കയറി ഇരിക്കുന്ന ബുള്ളറ്റിൻ്റെ വില പോലും ഉണ്ടാവില്ല. ഈ നമ്മുടെ നാട്ടുകാരിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ, സർവീസ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ സേന സ്നേഹപൂർവ്വം അത് മാറ്റിക്കും. നമ്മുടെ സ്നേഹം തന്നെയാണ്. സേനയ്ക്ക് പക്ഷേ അത് ലംഘനമാണ്, ചട്ടം അംഗീകരിക്കുന്നില്ല അവരുടെ. ശരി.